ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് ബട്ടർ ചിക്കൻ പോള ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല പുളിയുള്ള 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. ഒരു തന്നെ മതി. അപ്പോൾ ഞാനിത് അവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമ്മൾ ഈ ചിക്കന് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ അങ്ങനെ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടെടുക്കാം. അതിനുശേഷം ഈ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാതെ വെറും ബട്ടറിൽ തന്നെ നമുക്കിത് വേണമെങ്കിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഏകദേശം ഞാനിവിടെ ചിക്കന് കുറച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കണം കേട്ടോ. ഇഫ്താർ സ്നാക്സ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും വിരുന്നുകാർ വന്നാലൊക്കെ ഉണ്ടാക്കാനും എല്ലാത്തിനും നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് നമ്മളിപ്പോൾ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി അതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ആ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവുന്നത് വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ചെറിയൊരു ചൂടിൽ തന്നെ ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമില്ലാത്ത 1 ടേബിൾ സ്പൂൺ ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ചെയ്യുന്ന ഇതേ രൂപത്തിൽ നിങ്ങൾ ഈ ഒരു ചിക്കൻ പോള റെഡിയാക്കാണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതിനുശേഷം ഞാനിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ മസ്റ്റാണ് കേട്ടോ. ബട്ടർ എന്തായാലും നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ കേക്കാണല്ലോ, ബട്ടർ ചിക്കൻ കേക്കാണ്. അപ്പോൾ എന്തായാലും ബട്ടർ മസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊരു ബൗളിലാണെങ്കിൽ നിങ്ങൾ അതേപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4
ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഞാനിത് അവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ ബേക്ക് ചെയ്യാനുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ചൂടായി കഴിയുന്ന സമയത്ത് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്ററി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് കൈകൊണ്ട് തന്നെ ഓരോന്നായിട്ട് ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കനൊക്കെ നമ്മളിതുപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരണേ. നല്ലൊരു ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ ചിക്കന് മുഴുവനായിട്ട് ഓരോ ഭാഗത്ത് ഇങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 2 കഷ്ണം തക്കാളി ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 2 കഷ്ണം തക്കാളി എടുത്തതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അടിയൊക്കെ ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതാ ഈ ഒരു പാത്രം ഒന്ന് അടച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക. അല്ലാണ്ട് ഈ മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അടിയിലൊരു പാത്രം വെച്ചെടുത്തതിന് ശേഷം നമുക്ക് കേക്ക് റെഡിയാക്കാം. അങ്ങനെ ആകുമ്പോൾ അടിയൊന്നും കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഏകദേശം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിയൊന്നും കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുൻഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ വീഡിയോ ഇഷ്ടമായി ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.